ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ബീഫ് വരട്ടുക എന്നതാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ മക്കൾക്ക് മോന് കൊണ്ടുപോകാനായിട്ട് മോനും മരുമോളും നാളെ പോവുകയാണ്. അപ്പോൾ അതിന് ബീഫ് വരട്ടാനുള്ള വീഡിയോയാണ്. അപ്പോൾ ഞാൻ മുറ്റത്തടുപ്പിലാണ് ചെയ്യുന്നത്. ബീഫ് കുക്കറിൽ 4 വിസിലടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം വെളിയിൽ തീ വറ്റിച്ചു, ഉരുളി വെച്ചു. ഉരുളി ചൂടായി, നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് കടുക് ഇട്ടു, ഉലുവ ഇട്ടു. നമുക്ക് ഗ്യാസിൽ തീയും കുറവായതുകൊണ്ട് അവിടെ ഇട്ട് എത്ര നേരം ഇതാക്കിയാലും നമുക്ക് നടക്കില്ല. അപ്പം മുറ്റത്ത് അടുപ്പ് കത്തിച്ച് നല്ല സ്പീഡിന് പെട്ടെന്നങ്ങ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ മുറ്റത്ത്, അല്ലെങ്കിൽ ഞാൻ അരിയടുപ്പിടാനും അകത്തും പഴയ വീട്ടിലും എല്ലാം പുകയില്ലാത്ത അടുപ്പുണ്ട്. ഞാൻ വിചാരിച്ചു ഇവിടെ ആകുമ്പോൾ പെട്ടെന്നങ്ങ് നടക്കുമെന്ന്. അപ്പോൾ വറ്റൽമുളക് ഇട്ടു. ഇനി കറിവേപ്പില ഇടാൻ പോകുന്നു. കറിവേപ്പില ഇട്ടു. മോളാണ് അവിടെ വന്ന് നിൽക്കുന്നത്. സ്പീഡ് കൂടിക്കിടക്കുകയാണ്, പെട്ടെന്ന് പോകുന്നു. അപ്പം ഇപ്പം ഇട്ടത് ഇഞ്ചി വെളുത്തുള്ളി. മോൻ ചെടി നടാനുള്ള ഇതിന് ചാണകപ്പൊടിയാണ് അതിൽ നിന്ന് കോരിയിടുന്നത്. എന്നിട്ട് ചാണകപ്പൊടിയും ചകിരിച്ചോറും ഒക്കെ ഇട്ട് ചെടികൾ നട്ടു വയ്ക്കുകയാണ്. എൻ്റെ മോന് നാളെ എൻ്റെ കൊച്ചിക്ക് നാളെ പോകാനുള്ളതാണ്. അതിന് മുമ്പ് കിട്ടിയ ചെടികളൊക്കെ എല്ലാത്തിലും ഓരോ ചെടിച്ചട്ടികളിലായിട്ട് ചെടിച്ചട്ടി മേടിച്ചുകൊണ്ടത് നട്ട് വയ്ക്കുകയാണ്. അതവിടെ ഇരുന്ന ചെടിയിൽ നിന്ന് ഒരെണ്ണം അവിടെ ഇരുന്ന ചെടിയിൽ നിന്ന് അത് ഒത്തിരി അങ്ങ് വളർന്ന് വന്ന് മോൻ കഴിഞ്ഞ പ്രാവശ്യം അവർ കൊട്ടിയത്തുനിന്ന് നമ്മൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മളൊരു സ്ഥലത്തു നിന്ന് വാങ്ങിച്ചതാണ്. അത് വേറൊരു ഇതിലേക്ക് നട്ടു വയ്ക്കുകയാണ്. അതിനൊരു കിഴങ്ങെടുത്ത് അത് വേറെ ഇത് നട്ടു വയ്ക്കുകയാണ്. നല്ല ഒരു ഭംഗിയുള്ള ചെടിയാണത്. അപ്പം ഇത് മൂക്കാനായിട്ടിരിക്കുകയാണ്. കടുക് വറുത്ത് കരിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം ഇട്ടു. ചെറിയ ഉള്ളി ഇട്ടു. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടില്ല, പക്ഷേ നമുക്ക് അറിയത്തില്ല എന്തൊക്കെയാണ് ഇട്ടിരിക്കുന്നതെന്ന്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കൊണ്ട് അതിൻ്റെ കൂടെ കൊടുത്തു പോവുകയാണെങ്കിലല്ലേ അറിയാൻ പറ്റും. ഇപ്പോഴാണ് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടത്. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു. എനിക്കവിടെ ഞാനൊരു കസേര ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കതൊരു വലിയ ഇതമില്ല. ഇപ്പോൾ മോൻ വന്നിരുന്ന് ചോദിക്കും എൻ്റെ അടുത്ത്, അമ്മയ്ക്ക് അവിടെ ആ തിട്ടയിലിരുന്നിട്ട് അവിടെ കൂട്ടിയാൽ പോരെയെന്ന്. പിന്നെ വേറൊരു മരക്കഷ്ണം കിടപ്പുണ്ട്. നമുക്ക് ഇറച്ചിയൊക്കെ വെട്ടാനായിട്ടൊരു കഷ്ണം, അത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. നമുക്കിവിടെ മഹാഗണി മുറിച്ചപ്പം അത് ചെറിയ ഉള്ളി ഇട്ടു. കണ്ടോ, ചെറിയ ഉള്ളിയും ഇട്ടു. കുട്ടൂസ് മോൻ വന്ന് എത്തി നോക്കിയിട്ട് പോവുകയാണ്. അടുത്ത ചെടി കൊണ്ടുവന്ന് നടുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വരണം. ബീഫ് വരട്ടുക എന്ന് പറയുന്നത് വലിയ ഒരു ജോലിയാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആദ്യമായി മോന് ബീഫ് വരട്ടി കൊടുത്തതാണ്. അതിലൊരു ശകലം മൂപ്പ് കുറവുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതുകൊണ്ട് ഞാൻ നല്ലതുപോലെ വരട്ടി റെഡിയാക്കിയിട്ടേ ഞാൻ ഇറക്കൂ. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇതിട്ടിട്ടുണ്ട് കേട്ടോ, തേങ്ങാക്കൊത്തിട്ടിട്ടുണ്ട്. കടുക് വറുത്ത് അതിട്ടതിന് ശേഷം തേങ്ങാക്കൊത്ത് ഇട്ടതിന് ശേഷമാണ്, തേങ്ങാക്കൊത്ത് മൂത്തിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടത്. അപ്പം അതിൽ കിടക്കുന്നത് ആദ്യം എണ്ണ ഒഴിച്ചു, പിന്നെ കടുക് ഇട്ടു, പിന്നെ ഉലുവ ഇട്ടു, വറ്റൽമുളക് ഇട്ടു, കറിവേപ്പിട്ടു. അതിന് ശേഷം തേങ്ങാക്കൊത്തിട്ടു. തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, അതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ടു. ഇത്രയുമാണ് അതിൽ കിടക്കുന്നത്. ഇത്രയും സാധനം ഒന്ന് മൂന്നണം. ഇരുന്ന് തന്നെ പറയണം അമ്മയ്ക്ക് അവിടെ ഇരുന്ന് അങ്ങനെ കസേര ഇതാക്കിയിട്ട് ഇരുന്ന് ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഇരിക്കുന്ന കണക്ക് ഇരുന്നുകൂടായിരുന്നോ, എന്നിട്ട് അവിടെ ഇരുന്ന് ഇളക്കിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് എൻ്റെ അടുത്ത്. അത് മരുമോൾ അമ്മയാണ് നിൽക്കുന്നത്. ഒരു 2 ദിവസം കൊണ്ട് മെനിയാന്ന് വന്നവർ.
അവർ വേണ്ട ഈ കഷ്ണം ഞാൻ ഇറച്ചി വെട്ടാനായിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. അതിലിരിക്കാൻ പറയുകയാണ്. ഇനി അതിലിരിക്കുകയാണ് ഞാൻ. അതിലിരുന്ന് ഉണ്ടാക്കാനായിട്ടുള്ള ഇത് നോക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ക്യാമറയിലെല്ലാം വരും. ഞാൻ എൻ്റെ മുഖം കാണിക്കാതെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പം ഏകദേശമൊക്കെ മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർക്കാനായിട്ട് പോവുകയാണ്. ആവശ്യത്തിനുള്ള പൊടി ചേർക്കാൻ ആദ്യം ഇത് മറ്റേ പിരിയമുളകിൻ്റെ മുളക് പൊടിയാണ്. അത് കുരുമുളക് പൊടി, അത് മല്ലിപ്പൊടി, അത് മഞ്ഞൾപ്പൊടി, ശകലം സാദാ മുളക് പൊടി, കുറച്ച് മസാല ഇട്ടാണ് ബീഫ് വേവിച്ച് വച്ചിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മൂത്ത് ചുമന്ന് നല്ല ഒരു ബ്രൗൺ നിറമായതിന് ശേഷം ശകലം മസാല ഇട്ടതാണ്. ശകലം ഗരം മസാല ഇട്ടതാണ്. അത് ഒരു ശകലം എന്താണ് മീറ്റ് മസാല, ഒരു ശകലം. എനിക്കത് ഇടുന്നതൊന്നും ഇഷ്ടമല്ല, എന്നാലും ഞാൻ അവർക്കൊക്കെ അത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരു സ്പൂൺ മീറ്റ് മസാല ഇട്ടതാണ്. ഇനി ഒരു ശകലം വിനാഗിരി ചേർക്കുകയാണ്. വിനാഗിരി ചേർത്ത് കേടാവാതിരിക്കാനായിട്ട് ഒരു ശകലം വിനാഗിരി ചേർത്തതാണ്. അതും കൂടെ ഇട്ട് ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ്, മറ്റേ ഇറച്ചിയിലിട്ട് വേവിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് ഉപ്പ് ശരിയാവില്ല. അപ്പോൾ ഉപ്പും കൂടെ ഇട്ടു. ഇനി നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇടുകയാണ്. കണ്ടോ, ബീഫ് വേവിച്ചപ്പോൾ അത്രയും വെള്ളം അതിൽ നിന്ന് ഊറി വന്നു. ഒരു തുള്ളി വെള്ളം ഒഴിച്ചതോ ഒന്നുമല്ല, ഇത് അത്രയും വെള്ളം അതിൽ നിന്ന് ഊറി വന്നതാണ്. ഇനി ആ വെള്ളം അത്രയും വറ്റി നല്ല വറണ്ട് നല്ല നല്ല ഉണക്കക്കിഴങ്ങ് കണക്കാക്കി വരണം. അത്രയും സമയമെടുത്ത് ഇതാക്കി എടുക്കണം. ബീഫ് വരട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ജോലിയാണ്, നല്ല ഒരു കഠിനാധ്വാനമാണ് നമ്മൾ ബീഫ് വരട്ടുക എന്ന് പറഞ്ഞാൽ. ഇന്ന് നെത്തോലിയും മറ്റേ മത്തിയും മരുമോൾ വറുത്ത് തന്നു. കൊഞ്ച് ഞാൻ തന്നെ വറുത്തതും ബാക്കി അച്ചാറുകളെല്ലാം ഞാൻ തന്നെയാണ് ഇട്ടത്. മാങ്ങാച്ചാറിട്ടു, നാരങ്ങ അച്ചാറിട്ടു. അത് മെനിയാന്നില്ല, അത് രണ്ടും ഞാൻ ഇട്ട് വെച്ചു. ഇന്നിപ്പോൾ ഞാൻ മത്തി അച്ചാറിട്ടു, നെത്തോലി അച്ചാറിട്ടു, കൊഞ്ചച്ചാറിട്ടു, ബീഫ് വരട്ടാൻ പോകുന്നു. അതിൽ മത്തിയും നെത്തോലിയും മരുമോളൊന്ന് വറുത്ത് തന്നു. ബാക്കി അച്ചാറിടക്കം എല്ലാം ഞാൻ തന്നെ. ഒരു 1.5 കിലോ വെളുത്തുള്ളിക്കും വേണ്ടി തൊലിച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ നമ്മൾ എത്രത്തോളം ചേർക്കുന്നു അത് ഏറ്റവും നല്ല കാര്യമാണ്. വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ആവശ്യത്തിന് എല്ലാം ചേർത്തിട്ടുണ്ട്. ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല, എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് റെഡിയായി വരണം. അതിൻ്റെ കൂടെ ഭയങ്കര ചൂടും, അവിടെ ഇരിക്കാൻ വയ്യാത്ത കണക്കുള്ള ഭയങ്കര ചൂട്. ഞാനങ്ങ് ഇതായിപ്പോയി. കാര്യം ബീഫ് വരട്ടാൻ സമയം താമസിച്ചു പോയോ, കറണ്ട് പോയോ എന്നൊക്കെ ഉള്ളൊരിതിൽ പേടിച്ചു പോയി. ഒരു താൽക്കാലിക കണ്ടോ, ഒന്ന് ഇളക്കി നോക്കുകയാണ്. താൽക്കാലികമായിട്ട് നമുക്കൊരു ഷെഡ്, ഇപ്പം നമുക്ക് പഴയ വീട് ഉള്ളത് കൊണ്ട് അവിടെ ഒന്നിൻ്റെ ആവശ്യമില്ല. പഴയ വീട് അതുപോലെ കിടക്കുകയല്ലേ, അവിടെ ഇഷ്ടം പോലെ ഇടവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒന്നിൻ്റെ ഒരു ആവശ്യവും ഇല്ല. ഇഷ്ടം പോലെ നമുക്ക് ഇടവും എല്ലാം ഉണ്ട്.
പക്ഷേ ഇതൊന്ന് വറ്റി വരണമെങ്കിൽ മണിക്കൂറെടുക്കും. ഇതാണ് മോൾ അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത്രയും പിടിച്ചിട്ട് വീഡിയോ പൗസ് ചെയ്ത് വെച്ചായിരുന്നു. കാര്യം അതത്രയും കിടന്ന് പിടിക്കുന്നത് പിന്നെ ഒന്ന് വരണ്ട് വന്നതിന് ശേഷമാണ് പിന്നെ വീഡിയോ ഓണാക്കിയത്. അപ്പോൾ അതാ ബീഫ് ഈ വിധമായിട്ടുണ്ട്. ഇതേ കണ്ടോ വരണ്ട്. ഇപ്പോൾ രാത്രിയായെന്ന് പറഞ്ഞാൽ ഞാൻ 5:30 ആയപ്പോഴത്തേക്ക് അടുപ്പി വെച്ചതാണ്. 5 മണി കഴിഞ്ഞപ്പോൾ അടുപ്പി വെച്ചതാണ്. ഇതേ 2-2.5 മണിക്കൂറോളമായി. അപ്പോൾ ഏകദേശമൊക്കെ വരണ്ട് ബീഫ് ഏകദേശമൊക്കെ ആയി വരികയാണ്. ബീഫ് വരണ്ട് ഏകദേശ പരുവായി വരികയാണ്. അവിടുത്തെ ഇത് കണ്ടോ, ഇതതിന് മുമ്പേ ഉള്ള ഇതാണ്, അതിൻ്റെ ഇടയ്ക്ക് വന്നതാണ്. ഇതൊക്കെ കഴിഞ്ഞു. ഇട്ടത് മാറിപ്പോയി. അതിനിടയ്ക്കുള്ള ഭാഗം ഒന്ന് കാണിച്ചതാണ്. ഇപ്പോൾ ഇതാ ഈ പരുവായി. ബീഫ് ഏകദേശം വരണ്ട് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇതേ കണ്ടോ നല്ല സൂപ്പർ ബീഫ് വരട്ടിയായില്ലേ. എന്തോ വേണം, അടിപൊളിയല്ലേ, നല്ല സൂപ്പർ ബീഫ് വരട്ടിയല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഇത്രത്തോളം അങ്ങ് ഞാൻ വരട്ടിയില്ലായിരുന്നു. ആ തേങ്ങാക്കൊത്തൊക്കെ കണ്ടോ, തേങ്ങാക്കൊത്തും ഇതെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് നല്ല ഒരു മണമാണ് കേട്ടോ, നല്ല ഒരു മണമാണ് വരുന്നത്. ഇപ്പോഴാണ് ആ ബീഫ് വരട്ടിയുടെ യഥാർത്ഥ ഒരു ഇതായത്. ഇത്രത്തോളം നല്ലതുപോലെ നമ്മൾ വരട്ടണം, എങ്കിൽ ഇത് ഇരുന്നാൽ കുഴപ്പമൊന്നും വരത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയതും ഇപ്രാവശ്യം എല്ലാം ഞാൻ നല്ലെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സൂപ്പർ ബീഫ് വരട്ടിയാണ്. പുരട്ടിയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഇത് തിന്നാൻ വേറെ ഒന്നും വേണ്ട. പുരട്ടിയൊക്കെ ഇത് കൂട്ടി അങ്ങ് തിന്നാം, എത്ര വേണമെങ്കിലും ഇരുന്ന് നമുക്ക് തിന്നാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു നമ്മുടെ ബീഫ് വരട്ടി. ഏകദേശമൊക്കെ ഇവിടെ റെഡിയായിക്കൊണ്ടേയിരിക്കുന്നു. ഇത് തന്നെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ബീഫ് വരട്ടിയുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ഇതിൻ്റെയും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ.